الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد. ഇനി നമുക്ക് സൂറത്തുൽ അൻആമിലെ 83-ാമത്തെ വചനമാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وتلك حجتنا آتيناها إبراهيم على قومه نرفع درجات من نشاء إن ربك حكيم عليم. വതിൽക അത് ഹുജ്ജത്തുന നമ്മുടെ ന്യായമാകുന്നു, തെളിവാകുന്നു, പ്രമാണമാകുന്നു. ആതൈനാഹ നാം അതിനെ നൽകി ഇബ്രാഹീമിന് അലാ ഖൗമിഹി തൻ്റെ ജനതക്കെതിരിൽ. നർഫഉ നാം ഉയർത്തും ദറജാത്തിൻ തട്ടുകൾ, പടികൾ, മൻ നശാഉ നാം ഉദ്ദേശിക്കുന്നവരെ. ഇന്ന റബ്ബക തീർച്ചയായും നിൻ്റെ നാഥൻ രക്ഷിതാവ്, ഹക്കീമുൻ അവൻ യുക്തിജ്ഞനാകുന്നു, അലീമുൻ സർവജ്ഞനുമാണ്. ഒന്നുകൂടെ അർത്ഥം ആവർത്തിക്കാം. വതിൽക ഹുജ്ജത്തുന അതൊക്കെയും നമ്മുടെ ന്യായമാകുന്നു, തെളിവാകുന്നു. ആതൈനാഹ ഇബ്രാഹീമ നാം അതൊക്കെ ഇബ്രാഹീമിന് നൽകി. അലാ ഖൗമി തൻ്റെ ജനതക്കെതിരിൽ. നർഫഉ ദറജാത്തിൻ മൻ നശാ നാം ഉദ്ദേശിക്കുന്നവരെ നാം പല പടികൾ, പല തട്ടുകൾ ഉയർത്തുന്നു. ഇന്ന റബ്ബക തീർച്ചയായും നിൻ്റെ നാഥൻ, ഹക്കീമുൻ അവൻ യുക്തിജ്ഞനാണ്, അലീം സർവജ്ഞനുമാകുന്നു. വതിൽക ഹുജ്ജത്തുന ഇങ്ങനെ തുടങ്ങണം. വതിൽക ഹുജ്ജത്തുന അതൊക്കെ നമ്മുടെ തെളിവുകളാണ്. ഏതൊക്കെയാണ്? ഈ 75 മുതൽക്കുള്ള സൂക്തങ്ങളിൽ പറഞ്ഞു വന്ന കാര്യങ്ങൾ. ആദ്യം പറഞ്ഞത് ഇബ്രാഹീമിന് നാം മലക്കൂത്ത സമാവാത്തി വല്ലർദ് കാണിച്ചു കൊടുത്തു, ആകാശഭൂമികളുടെ ഭരണ സംവിധാനം ഇബ്രാഹിം നബിക്ക് അള്ളാഹു കാണിച്ചു കൊടുത്തു എന്നാണ് പറഞ്ഞത്. അത് ഇബ്രാഹിം നബിക്ക് ദൃഢബോധ്യമുണ്ടാകുന്നതിന് വേണ്ടി എന്നും പറഞ്ഞു. പിന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം തൻ്റെ ജനതയുമായി നടത്തുന്ന ഒരു ആശയവിനിമയം അല്ലെങ്കിൽ ഒരു സംവാദം, ഒരു തർക്കമാണ്. അദ്ദേഹം നക്ഷത്രത്തെ ഞാൻ ആരാധ്യനായി സ്വീകരിക്കുന്നു എന്ന് പറയുന്നു. അത് അസ്തമിച്ചപ്പോൾ അത് പറ്റില്ല, ചന്ദ്രനെയാണ് ഞാൻ ആരാധ്യനാക്കുന്നത് എന്ന് പറയുന്നു. ചന്ദ്രനും അസ്തമിച്ചപ്പോൾ സൂര്യൻ ഉദിച്ചുയർന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് കുറച്ചുകൂടി വലുതാണ്, ഇതായിരിക്കും ദൈവമാക്കാൻ നല്ലത്, ഞാൻ സൂര്യനെയാണ് ദൈവമായി കാണുന്നത്. പിന്നെ അതും അസ്തമിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, ഇതൊന്നും ദൈവങ്ങളല്ല, എൻ്റെ ദൈവം ആകാശഭൂമികളെ സൃഷ്ടിച്ച് സംവിധാനിക്കുന്ന ഏകനായ അള്ളാഹു മാത്രമാണ്, ഞാൻ അവനിലേക്കാണ് എന്നെ സമർപ്പിച്ചിരിക്കുന്നത്, എന്നെ തിരിച്ചിരിക്കുന്നത് എന്നും പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജനങ്ങൾ അദ്ദേഹത്തോട് തർക്കിച്ചു. അദ്ദേഹം അതിനും മറുപടി പറഞ്ഞു, നിങ്ങൾ ഷിർക്ക് ചെയ്യുന്നവയെ ഞാൻ പേടിക്കുന്നില്ല, എനിക്കാകെ പേടിയുള്ളത് എൻ്റെ സംരക്ഷകനും സൃഷ്ടാവും സംരക്ഷകനുമായ അള്ളാഹുവിനെ മാത്രമാണ്. നിങ്ങൾ അള്ളാഹുവിനെ അംഗീകരിക്കുന്നു എന്നുള്ളത് ശരിയാണെങ്കിലും നിങ്ങൾ ആരാധിക്കുന്നതും ഭയപ്പെടുന്നതും നിങ്ങളുടെ നിങ്ങൾ കൊത്തിയുണ്ടാക്കിയിരിക്കുന്ന പ്രതിമകളെയോ മറ്റോ ഒക്കെയാണല്ലോ എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. ഈ കാര്യങ്ങളൊക്കെയും ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക് അള്ളാഹു നൽകിയ തെളിവുകളാണ്. തിൽക ഹുജ്ജത്തുന അതൊക്കെയാണ് നാം പറഞ്ഞു കൊടുക്കുന്ന, മനസ്സിലാക്കി കൊടുക്കുന്ന തെളിവുകൾ. അത്തൈനാഹ നാം അതൊക്കെ നൽകുന്നു ഇബ്രാഹീമിന്. ഇതെങ്ങനെ നൽകിയതാണ്? വഹയായിട്ട് ദിവ്യബോധനം വഴി നൽകിയതാണോ? അതല്ല, ഇബ്രാഹിം നബി തൻ്റെ പഠനത്തിലൂടെ മനനത്തിലൂടെ നിരീക്ഷണത്തിലൂടെ മനസ്സിലാക്കിയതാ? രണ്ടായാലും അള്ള കൊടുക്കണ തന്നെ, രണ്ടായാലും അള്ള കൊടുക്കുന്നതാ. വഹയായിട്ട് നേർക്കുനേരം കണ്ട് കൊടുക്കുകയാണെങ്കിൽ അള്ളാഹു നൽകിയത്. അല്ല, ഒരു മനുഷ്യന് ചിന്തിച്ചും നിരീക്ഷിച്ചും നിരന്തരമായി പഠിച്ചും കാര്യങ്ങളുടെ നിജസ്ഥിതി ബോധ്യമാകുന്നുണ്ടെങ്കിൽ അതിനുള്ള തൗഫീഖ് ആരാ കൊടുക്കുന്നത്? അതും അല്ലാഹ് തന്നെ.
അതും അല്ല തന്നെ. അപ്പോൾ രണ്ട് വിധത്തിൽ അതിനെ മനസ്സിലാക്കിയാലും അള്ളാഹു നാം നൽകിയത് അതാണ് ആത്തൈനാഹ ഇബ്രാഹിമ, നാം ഇബ്രാഹിമിന് അത് നൽകി എന്ന് പറയുന്നത്. അപ്പോൾ നാം ഇബ്രാഹിമിന് നൽകി. വഹിയാവാനുള്ള സാധ്യത ഈ വിഷയത്തിൽ കുറവാണ്. കാരണം ഇബ്രാഹിം നബി നിരന്തരമായി നിരീക്ഷിച്ച് മനസ്സിലാക്കിയെടുത്തതായിരിക്കും എന്നാണ് തഫ്സീറുകളിലൊക്കെ കാണാൻ കഴിയുന്നത്. ഈ വാചകങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ അദ്ദേഹം നക്ഷത്രത്തെയും ചന്ദ്രനെയും സൂര്യനെയും ഒക്കെ നോക്കിക്കൊണ്ടാണിത് പറയുന്നത്. ഒരൊറ്റ ദിവസം കൊണ്ട് പെട്ടെന്നാണ് പ്രഖ്യാപിക്കുകയായിരിക്കുകയില്ല. നിരന്തരമായി അദ്ദേഹം പ്രവാചകൻ കൂടിയാണല്ലോ, നിരന്തരമായി കാര്യങ്ങളെ വിലയിരുത്തുന്നു, ചിന്തിക്കുന്നു. ഇവരുടെ ഈ വിശ്വാസ കർമ്മ കാര്യങ്ങളൊന്നും ശരിയല്ലെന്ന് അദ്ദേഹത്തിന് ബോധ്യമാകുന്നു. അവസാനം അള്ളാഹു ആണ് ഏകൻ എന്ന് മനസ്സിലാകുന്നു. അതൊക്കെ അദ്ദേഹം പ്രവാചകനായതിൻ്റെ ശേഷവും അദ്ദേഹത്തിന് മൂക്കിനാവാൻ വേണ്ടി ബോധ്യമാവൽ നേരത്തെ പ്രവാചകനാകുമ്പോൾ തന്നെ ബോധ്യമാകുന്നു. പിന്നെ ദൃഢബോധ്യമുള്ളവനാകുന്നതിന് വേണ്ടി ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാൻ, ചിന്തിക്കുവാൻ, പഠിക്കുവാൻ, ഉൾക്കൊള്ളുവാൻ, അതിലൂടെ ദൈവത്തിനോട് കൂടുതൽ അടുക്കുവാനൊക്കെയുള്ളൊരു പ്രാപ്തി അദ്ദേഹത്തിന് നൽകി. ഇതൊക്കെ വെച്ചുകൊണ്ട് തിൽക ഹുജ്ജത്തുനാ ആതൈനാഹാ അലാ ഇബ്രാഹിം, ഇതൊക്കെയാണ് ഇബ്രാഹീമിന് നാം നൽകിയിട്ടുള്ള തെളിവുകൾ, ന്യായങ്ങൾ. അത് അദ്ദേഹത്തിന് സ്വയം ബോധ്യമുണ്ട്, അദ്ദേഹം അത് തൻ്റെ ജനതയെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നുമുണ്ട്. അലാ ഖൗമിഹി, അതാണ് തൻ്റെ ജനതയ്ക്കെതിരിൽ, തൻ്റെ ജനതയുടെ വിശ്വാസ ആരാധനാ കർമ്മങ്ങളിൽ അവരുടെ ന്യായവാദങ്ങൾക്കെതിരിലൊക്കെ അള്ളാഹു ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക് നൽകിയിട്ടുള്ള ന്യായങ്ങളും തെളിവുകളുമാണ് മേൽ പറഞ്ഞത്. നർഫഉ, നാം ഉയർത്തും, ദറജാത്തിൻ, ദറജ എന്ന കോണിപ്പടി, ഏണിപ്പടി, അലമാറയുടെ തട്ടുകൾ ഇങ്ങനെ പൊന്തി പോവുകയാണല്ലോ ചെയ്യുക, പൊന്തി പോവുകയാണ് ചെയ്യുക. അതാണ് ദറജ. നമ്മൾ മലയാളത്തിലൊക്കെ ഉപയോഗിക്കാം. അത് ദർജ ഇപ്പോൾ കുറേ അല്ലേ, ദർജവും വലിയ ദർജയിലേക്കുണ്ട് എന്നൊക്കെ പറയലുണ്ടല്ലോ. എന്താണ് വലിയ പദവി, വലിയ സ്ഥാനത്താണ് എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ്, വലിയ ദർജയിലാണ് എന്നൊക്കെ പറയാറ് ആളുകൾ. അവരുടെ ദർജ വലിയ ദർജയിലാണ് എന്ന് പറയാറുണ്ട്, വലിയ ദർജ. പദവി എന്നുള്ള സ്ഥാനം എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ്. തട്ടുകൾ എന്നാണ് വാക്കർത്ഥം. ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് പദവികൾ എന്നാണ്. നർഫഉ ദറജാത്തി മന്നശ, നാം ഉദ്ദേശിക്കുന്നവരെ നാം പല പടികൾ, പല തട്ടുകൾ, പല സ്ഥാനങ്ങൾ നൽകി ഉയർത്തും. ഇബ്രാഹിം നബിയെ സംബന്ധിച്ചാണല്ലോ പറഞ്ഞു വരുന്നത്. ഇബ്രാഹിം നബി ഇന്നും മുസ്ലിമീങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും ജൂതന്മാരുടെയും ആദരണീയനായ വ്യക്തിത്വമാണ്. സുബ്ഹാനല്ലാഹ്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അദ്ദേഹത്തിൻ്റെ എതിരാളികളൊന്നും ആർക്കും ആദരവില്ലാത്ത വിധത്തിലാണ് അവരെ പരാമർശിക്കുക. അപ്പോൾ നാം ഉയർത്തും, പല തട്ടുകൾ ഉയർത്തും എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കഴിവിനെയും അള്ളാഹുവിൻ്റെ അധികാരത്തെയും ഒക്കെ ഉൾക്കൊള്ളുന്ന ആളുകൾക്ക് വിശ്വാസം വർദ്ധിക്കും. കാര്യങ്ങൾ ചിന്തിച്ചും നിരീക്ഷിച്ചും അള്ളാഹുവിൻ്റെ മഹത്വത്തെ ഉൾക്കൊണ്ടിട്ടുള്ള, അള്ളാഹുവിൻ്റെ അധികാരത്തെ മനസ്സിലാക്കിയിട്ടുള്ള, അള്ളാഹുവിൻ്റെ കഴിവിനെ ഉൾക്കൊണ്ടിട്ടുള്ള ആളുകൾക്ക് സ്വാഭാവികമായും വിശ്വാസം വർദ്ധിക്കും. ഇങ്ങനെ വിശ്വാസം വർദ്ധിക്കുന്നതിലൂടെ അതിനെ അവർ കർമ്മം കൊണ്ട്, അവരുടെ അമല് കൊണ്ട് സാക്ഷാത്കരിക്കുകയും ചെയ്താൽ അള്ളാഹു അവരെ പ്രത്യേകമായി കടാക്ഷിക്കും. അള്ളാഹു കടാക്ഷിച്ചു കഴിഞ്ഞാൽ അവരെ അള്ളാഹു പല പദവികൾ ഉയർത്തും. പല പദവികൾ ഉയർത്തുമ്പോൾ പിന്നെ സംഭവിക്കുന്നത് അവരുടെ വിശ്വാസത്തിന് കൂടുതൽ മാറ്റും കരുത്തും ഉണ്ടാകും. ഇതൊക്കെ പരസ്പര ബന്ധിതങ്ങളാണ്. വിശ്വാസം വർദ്ധിക്കണമെങ്കിൽ നിരീക്ഷണങ്ങൾ നടത്തണം, പഠനങ്ങൾ നടത്തണം, ചിന്തിക്കണം. അതിലൂടെ വിശ്വാസം വർദ്ധിക്കും. വിശ്വാസം വർദ്ധിച്ചാൽ അല്ലാഹു തആല പദവികൾ ഉയർത്തും. അല്ലാഹു തആല പദവികൾ ഉയർത്തിയാൽ അവൻ്റെ വിശ്വാസം കൂടുതൽ ദൃഢതയുള്ളതായി മാറുകയും ചെയ്യും. അതാണ് റഫഉ ദറജാത്തി മൻ നശാഉ, നാം ഉദ്ദേശിക്കുന്നവരെ നാം പല പടികൾ ഉയർത്തും. ഇത് സൂറത്തു മുജാദിലയിലെ 11-ാമത്തെ ആയത്തിൽ വരുന്നുണ്ട്. സൂറത്ത് യൂസുഫിലും പരാമർശമുണ്ട്, പടികൾ ഉയർത്തും. പലരെയും പല പടികളിലും തട്ടുകളിലുമാണ്. വിശ്വാസപരമായ ദൃഢതയും കരുത്തും അതിലൂടെ അയാൾ വളർന്നു വരുന്ന പദവികളുമാണ് മുഖ്യം. അല്ലാതെ ഒരുപാട് സാമ്പത്തിക ആനുകൂല്യം കൊടുത്തു എന്നുള്ളതോ വലിയ അധികാരം നൽകി എന്നുള്ളതല്ല. കാരണം നർഫഉ ദറജാത്തി മൻ നശാഉ, നാം ഉദ്ദേശിക്കുന്നവരെ നാം പല പടികൾ ഉയർത്തും, അല്ലെങ്കിൽ പടിപടിയായി വളർത്തും. പല പടികൾ ഉയർത്തും, അല്ലെങ്കിൽ പടിപടിയായി ഘട്ടം ഘട്ടമായി നാം അവരെ ഉയർന്ന പദവിയിലേക്ക് കൊണ്ടുപോകും. ഇന്ന റബ്ബക ഹക്കീം, അല്ലാഹു തആല വെറുതെ പടിപടിയായിട്ട് ആളുകളെ ഉയർത്തുക. ഹക്കീം, അവൻ യുക്തിജ്ഞനാണ്. എന്തുകൊണ്ട്, ആരെ, എന്തുകൊണ്ട്, എങ്ങനെ,
അവർക്ക് ഗുണകരമായത് എന്തായിരിക്കും എന്നൊക്കെ അള്ളാഹു യുക്തിയിലൂടെ അള്ളാഹുവിനറിയാം. ആ അറിവിൻ്റെ അലീം, സർവജ്ഞനുമാണവൻ. അവൻ്റെ യുക്തിയുടെയും അവൻ്റെ ജ്ഞാനത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ആളുകളെ അവൻ പല പടികൾ ഉയർത്തുന്നത്. അതല്ലാതെ കുറേ ആൾക്കാരുണ്ട് ഉയർത്തുക, കുറേ ആൾക്കാരാണ് താഴ്ത്തുക, കുറേ ആൾക്കാർക്ക് ആരോഗ്യം കൊടുക്കുക, കുറേ ആൾക്കാർക്ക് സമ്പത്ത് കൊടുക്കുക, കുറേ ആൾക്കാർക്ക് വിജ്ഞാനം കൊടുക്കുക, അങ്ങനെയല്ല. അള്ളാഹു ആളുകളെ സംബന്ധിച്ച് അറിയും. ആളുകളുടെ യോഗ്യത അവന് മനസ്സിലാകും, അവന് മനസ്സിലായിട്ടുണ്ട്. അവനാണ് അലീം, അവനാണ് ഹക്കീം. ആയതിൻ്റെ അടിസ്ഥാനത്തിലാണ്, അല്ലാതെ എങ്ങനെയെങ്കിലും മൻ നശാഉ എന്ന എങ്ങനെയെങ്കിലും എന്നല്ല. അവൻ ഉദ്ദേശിക്കുന്നവർ എന്ന് പറഞ്ഞാൽ അവൻ ഉദ്ദേശിക്കണമെങ്കിൽ അതിനുള്ള യോഗ്യതയും അർഹതയും തെളിയിക്കുക, അങ്ങനെയുള്ള ആളുകൾ. കാരണം അവൻ അതിന് ഹക്കീമാണ്, അവൻ അലീമുമാണ്. ആ അടിസ്ഥാനത്തിലാണ് അവൻ ആളുകളുടെ പദവികൾ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പല പടികൾ ഉയർത്തുന്ന, ദുനിയാവിലും ആഖിറത്തിലും ഉയർത്തുന്ന ഭാഗ്യവാന്മാർ നമ്മെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഒന്നുകൂടെ അർത്ഥം പറഞ്ഞ് നിർത്താം. വതിൽക ഹുജ്ജത്തുന, അതൊക്കെ നമ്മുടെ ന്യായങ്ങളാണ്, നമ്മുടെ തെളിവുകളാണ്. ആതൈനാഹ ഇബ്രാഹിമ, നാം അതൊക്കെ ഇബ്രാഹിമിന് നൽകി. അലാ ഖൗമിഹി, തൻ്റെ ജനതക്കെതിരിൽ, അവരുടെ നിലപാടുകൾക്കെതിരിൽ, അവരുടെ വിശ്വാസ ആചാരങ്ങൾക്കെതിരിൽ. നർഫഉ ദറജാത്തിൻ മൻ നശാ, നാം ഉദ്ദേശിക്കുന്നവരെ നാം പല പടികൾ ഉയർത്തുന്നു, അല്ലെങ്കിൽ പടിപടിയായി ഉയർത്തുന്നു. ഇന്ന റബ്ബക ഹക്കീമുൻ അലീം, നിൻ്റെ നാഥൻ യുക്തിജ്ഞനും സർവജ്ഞനുമാണല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രയോജനപ്രദമായ അറിവുകൾ നൽകുകയും വിശ്വാസവർദ്ധന ലഭിക്കുകയും ചെയ്യുന്നവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. റബ്ബനാ ഹബ് ലനാ മിൻ ലദുൻക റഹ്മതൻ വഹയ്യിഅ് ലനാ മിൻ അംരിനാ റഷദാ. اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا وزدنا علما. اللهم ارحمنا بالقرآن العظيم واجعله لنا إماما ونورا وهدى ورحمة. اللهم علمنا منه ما جهلنا وذكرنا منه ما نسينا وارزقنا تلاوته آناء الليل وأطراف النهار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.